ഒരിക്കൽ കൂടി റെസിനേറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വാട്ടർമെലൺ റിൻഡ് പിക്കിൾ ഉണ്ടാക്കാം. വാട്ടർമെലൺ തോട് കൊണ്ട് അച്ചാർ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കൂ. നമ്മൾ വാട്ടർമെലൺ കഴിക്കാൻ അതിൻ്റെ ഉള്ളിലത്തെ പിങ്ക് കളർ പാർട്ടൊക്കെ എടുത്തു. അതിനുശേഷം ഏറ്റവും പുറന്തോടായ പച്ച കളർ നമ്മൾ ചെത്തിക്കളയുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഒരെണ്ണം, ഉപ്പ്, വിനാഗിരി, നല്ലെണ്ണ, ഉലുവയും കായവും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നു, മഞ്ഞൾപ്പൊടി. ഞാൻ കടുക് എടുത്ത് വെക്കാൻ വിട്ടുപോയി. ഞാൻ കടുക് എടുത്ത് വെക്കുകയാണ്. ഇനി മുളക് പൊടി. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നല്ലെണ്ണ 2 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു. കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്. ഇനി ഞാൻ ഇത്തിരി സ്പീഡ് അപ്ലൈ ചെയ്യുകയാണ്. ഇതെല്ലാം എടുത്ത് ഫ്രൈ ചെയ്യട്ടെ. ഇനി നമുക്ക് അതെല്ലാം മൂത്ത് വന്നു. അതിനുശേഷം ഈ കായം, ഉലുവാപ്പൊടി ഇവ ഒന്ന് ചൂടാക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വാട്ടർമെലൻ്റെ നമ്മൾ അകത്തെ ഭാഗമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു വൈറ്റ് കളർ പാർട്ട് കിട്ടും അല്ലേ. അപ്പോൾ പച്ച കളർ തോടുള്ള ഭാഗം, നമ്മൾ ഏറ്റവും പുറമേയുള്ള ഭാഗം നമ്മൾ കളയണേ. എന്നിട്ട് വേണം നമ്മൾക്ക് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ആ വൈറ്റ് പാർട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തു. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഒന്നുകൂടെ പറയണോ? അപ്പോൾ ആദ്യം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ടു, വറ്റൽമുളക് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചി, കായം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ പൊട്ടിച്ചു. അതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറി വന്നു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, ഉലുവ, മുളക് പൊടിയൊക്കെ ചേർത്തു. ഇനി വാട്ടർമെലനും ഒന്നിട്ട് വഴറ്റി ആ മസാലയൊക്കെ അതിലോട്ട് പിടിച്ചു. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിനൊക്കെ നോക്കി ചേർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിൽ കുറച്ചുകൂടെ ഇടുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു, 1/2 ഗ്ലാസ് വെള്ളം. നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട. ഓവറായിട്ട് ഹീറ്റിൽ നമ്മൾ വിനാഗിരി ഒഴിക്കരുത്. അപ്പോൾ പാകത്തിന് ഫ്ലെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനമായി കുറച്ചൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി 1/4 മുതൽ 1/2 ഗ്ലാസ് വരെയുള്ളതിലേക്ക് ഒഴിച്ച് ഞാൻ തിക്നെസ് കൂട്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.